ഏറ്റവും ഇഷ്ടപ്പെട്ട അനൂപ്ജിയുടെ സ്വഭാവം എന്താണ്? കെയറിങ് ആണ്. ഇപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും പറഞ്ഞ പോലെ എനിക്കും പിള്ളേർക്കും ഉള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും എല്ലാം കെയറിങ് ആണ്. അപ്പോൾ മന്ത്രി ആയതിനു ശേഷമുള്ള മാറ്റങ്ങൾ എന്താണ്? ആസ് എ ഹൗസ് വൈഫ് എന്താണ് അനിലാജി ഫേസ് ചെയ്യുന്നത്? എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് പുള്ളിയിൽ നിന്ന്? നമുക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ മാറ്റങ്ങൾ ഭയങ്കര വ്യത്യാസമാണല്ലോ അത്. ഇല്ല, ഇപ്പോൾ വീട്ടിലാണ് ഇപ്പോൾ പറഞ്ഞ പോലെ അവൈലബിലിറ്റി കുറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. പിള്ളേരുടെ കാര്യവും പിള്ളേരുടെ സ്കൂളിൽ പോകുന്നതും എല്ലാം. അതാണൊരു വലിയ മാറ്റം. ഇതേ ചോദ്യം അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെടാത്ത അനിലാജിയുടെ സ്വഭാവം? ഈ സ്വഭാവം എനിക്കൊരുമാതിരി എല്ലാ സ്വഭാവം ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വീട്ടിൽ ചെന്നിട്ടുള്ള പ്രതികരണം പേടിച്ചിട്ടാണോ? ഞാൻ ഒച്ച എടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പിള്ളേരോട് അവിടെ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചാണ്. അല്ല, അത് പിന്നെ ഇപ്പം എന്നോട് പറയും, ഒച്ചെടുക്കുന്ന സമയത്ത് പറയും കുറച്ച് നേരം ഒന്ന് പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമെന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പറയണ്ടേ, ജനങ്ങളെ മുഴുവൻ ഭരിക്കുന്നതെന്ന് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റും. എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, എല്ലാ സ്വഭാവം ഇഷ്ടമാണെന്ന് പറഞ്ഞു, എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം? പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു പ്രസൻസിൻ്റെ കുറവ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷെ അത് ഫാമിലിയിൽ ആ പ്രസൻസിൻ്റെ കുറവ് ഉണ്ടാവാതെ അത് കോപ്പപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അത് അനിലേക്ക് സാധിക്കുന്നുണ്ട്. ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനുണ്ടാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? എനിക്ക് യഥാർത്ഥത്തിൽ ഈ നന്നായിട്ട് പാടുന്ന എല്ലാവരോടും ഇഷ്ടത്തേക്കാൾ കൂടുതൽ അസൂയാണ് തോന്നാറുള്ളത്. കാരണം നമുക്ക് പാടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പാടാൻ കഴിയാതെ ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന ഒരു കഴിവാണ്. അപ്പോൾ എല്ലാ ഗായകരോടും വല്ലാത്തൊരു താല്പര്യവും ഒരു ആരാധന എനിക്ക് തോന്നാറുണ്ട്. അത് നന്നായിട്ട് പാടുന്ന ആരും എനിക്ക് താല്പര്യം തോന്നും. സിനിമകൾ കാണാൻ പോകാറുണ്ടോ? ധാരാളം. എല്ലാ സിനിമകളും പോകാറുണ്ടായിരുന്നു. ഇപ്പം പ്രേമം സിനിമ കണ്ടു. പ്രേമം കണ്ടു. അത് ഭയങ്കര മൂവിയാണ് എന്നുള്ളത് കൊണ്ടും അല്ല, ഒരു വട്ടം കണ്ടു, ഒന്നുകൂടെ കാണണം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി കണ്ടു. ഇഷ്ടപ്പെട്ടു. നല്ല പടം. പ്രേമത്തിലെ ആ പാട്ട് എത്രത്തോളം ഇഷ്ടമായിരുന്നു തോന്നല്ലേ? ആ പാട്ട് വളരെയേറെ താല്പര്യമായിരുന്നു. എങ്ങനെയാണ് മറ്റേ ഈ 4 വരി ഒന്ന് പറയാം? ഞാൻ നന്നായിട്ട് ആസ്വദിക്കും മറ്റേ ഈ പാട്ട്. അതെ, ആലുവ പുഴയുടെ ആ പാട്ട് വളരെ നല്ല പാട്ടാണല്ലോ. അത് ഉഗ്രം പാട്ടാണ്. നമുക്ക് ആ പാട്ടിന് ഈ ആലുവ പുഴയുടെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്നാണ്. അതെ, അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞും പോകുന്നുണ്ട്. മനസ്സിലായി, ആലുവ ആ ഒരു പ്രേമത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് പാട്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് അന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ഓമനക്കൊമ്പിൻ ചാരത്ത് ഓമണം വീശും നേരത്ത് അന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായി ഉള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് അന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. ഇപ്പോഴത്തെ ഈ പ്രേമത്തിലെ പോലെ എപ്പോഴെങ്കിലും കോളേജിൽ ഉണ്ട കൊടുത്ത്? അല്ല, കോളേജ് ആയാലും ഉണ്ടായിരുന്നല്ലോ. അതെ, അല്ല, ഞാൻ പറഞ്ഞ പ്രേമം സിനിമയിലെ രംഗവും ഞാൻ പെട്ടെന്നൊന്ന് ആലോചിച്ചതേ ഉള്ളൂ. കോളേജ് ലൈഫിലുള്ള അനൂപ്ജിയുടെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നമ്മൾ ഇടപെട്ടതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കണ്ടതോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ചതായിട്ടുള്ള എന്തെങ്കിലും? എനിക്ക് എൻ്റെ കോളേജ് ലൈഫ്, ഞാൻ അന്ന് പൊളിറ്റിക്സ് വളരെ ആക്റ്റീവായിരുന്നു.
ഞാൻ KSCയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു അവിടെ. അതിനിടയിൽ ഞാൻ മാഗസിൻ എഡിറ്ററായിരുന്നു. ഒരു വർഷത്തോളം എഡിറ്റർ എന്ന നിലയിലുള്ള ചുമതലകൾ അത് വളരെ 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 വലുതായിരുന്നു. അതിൻ്റെ അകത്ത് വളരെ എൻഗേജ്ഡ് ആയ ഒരു വർഷം കൊണ്ട് നമ്മൾ ഇത്രയും പൂർത്തിയാക്കിയ ഒരു മാഗസിൻ ഇറക്കുക എന്നുള്ളത് അപ്പം പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആദ്യത്തെ റെസ്പോൺസിബിലിറ്റിയുള്ള ഒന്നതായിരുന്നു. അത് വിജയകരമായിരുന്നു എന്നുള്ളത് അതെനിക്കിന്നും ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ്. ആ മാഗസിൻ്റെ പേര് പ്രതിഭ എന്നായിരുന്നു. അത് ആ വർഷത്തെ ഏറ്റവും നല്ല കോളേജ് മാഗസിനുള്ള അവാർഡ് അന്ന് അതിന് ലഭ്യമായ മനോരമ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു അവാർഡായിരുന്നു അത്. പിന്നെ വേറെ 2 അവാർഡുകൾ അത് നേടിയെടുക്കുകയുണ്ടായി. അതെനിക്ക് ആദ്യം കിട്ടിയ ഒരു അംഗീകാരങ്ങളിലൊന്നായിരുന്നു. ഇങ്ങനെ കിട്ടുന്ന അംഗീകാരങ്ങൾ നമുക്കൊരു പ്രോത്സാഹനമാണല്ലോ. പിന്നീട് നമുക്ക് കുറച്ചുകൂടെ എക്സൽ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഓരോ അംഗീകാരങ്ങളും കൂടുതൽ നമ്മളെ പെർഫെക്റ്റ് ആവാൻ നമ്മളെ പരിശീലിപ്പിക്കുക, സഹായിക്കുകയാണ് ചെയ്യുന്നത്.